നട്ടുച്ചയ്ക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി വന്നതാണ്. ആൻറ്റി ടീച്ചറാണ്. അപ്പോൾ ആൻറ്റിക്ക് പഠിപ്പിക്കാനായിട്ട് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി വന്നത്. ഇത് മാർക്കറ്റാട്ടോ, അത് ഓപ്പൺ മാർക്കറ്റ്. മൺഡേ ഉണ്ടാകത്തില്ല, അല്ലാത്ത ഇപ്പോൾ എല്ലാവരും അടച്ചു പോവാ. 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും പോകും. ഉണ്ടോ, അതൊന്നെല്ലാം കിട്ടും. എൻ്റെ ഒരു വീഡിയോയിലുണ്ട് ഓപ്പൺ മാർക്കറ്റ്. എല്ലാവരും അടച്ചു പോയി, പക്ഷെ വില കൂടുതലാണെന്നാണ് പറയുന്നത് ആൻറ്റി. 12 മണി വരെ ഉള്ളൂ കേട്ടോ, തിങ്കളാഴ്ച ദിവസം ഉണ്ടാവത്തില്ല. ചിക്കനുണ്ട്, മട്ടനുണ്ട്, പന്നിയുണ്ട്. പന്നിയൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നിട്ട് പുതിയായിട്ട് നാട്ടിൽ പോയിക്കണം. പന്നിയിറച്ചി അല്ല, ഇവിടെ നിന്ന് കഴിക്കണം. പിന്നെന്താ, ഭയങ്കര വെയിലാട്ടോ. ലഞ്ച് ടൈമാണ്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാം. കണ്ടോ, ഒരുപാട് ഹോട്ടലുണ്ടെന്നേ, പക്ഷേ പാർക്കിംഗ് ഏരിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് വല്ലയിടത്ത് പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ക്രോസ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പിന്നെന്താ, എല്ലാവരും ചായയൊക്കെ കുടിച്ചാ? ഞാൻ ചായ കുടിച്ചു. എന്തായിരുന്നു, ഗോതമ്പിൻ്റെ ദോശ കഴിച്ചു, പഞ്ചസാര ഇട്ടു. നമ്മുടെ നാട്ടിലാണ് നല്ലത്. പിന്നെ അവിടെ നാട്ടിലാണെങ്കിൽ എന്ത് സുഖമാണല്ലേ. പക്ഷെ ഇവിടെയും കൊള്ളാട്ടോ. മലേഷ്യ നല്ല സ്ഥലമാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു മലേഷ്യ. ഹസ്ബൻഡിന് ഇങ്ങോട്ട് കൊണ്ടുവരും മലേഷ്യയിൽ. എന്നിട്ട് ഞങ്ങളിവിടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മലേഷ്യയിൽ സെറ്റിലാണ്. കുഴപ്പമില്ല, നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെടികളുണ്ട്, ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഈ അറബി നാട്ടിൽ പോയിട്ടൊന്നും ബട്ടർഫ്ലൈസിനൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട് ബട്ടർഫ്ലൈസിനെ കാണാം, പക്ഷേ ബട്ടർഫ്ലൈസ് ഒന്നും ഇല്ല അവിടെ. പക്ഷെ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ചെമ്മിപ്പുളി ഉണ്ട്, വേണ്ട ചെമ്മിപ്പുളി മരമാണത്. അതിൻ്റെ അപ്പുറത്ത് അമ്പഴങ്ങ മരം. മറ്റേതെന്താ, അയ്യോ അതിനെന്തോ പേര് പറയാലോ, അപ്പുറത്തേക്കുന്ന മരം. ഞാൻ പറയാം എന്ത് പേരാണ്, മറന്നുപോയി. ഞങ്ങളുടെ നാട്ടിൽ പറയാം പട്ടിക്കാച്ചിലെന്ന് പറയും. പട്ടിക്കാച്ചിലൊന്നല്ല അത്, എൻ്റെ അയ്യോ നോനി. നോനിപ്പഴം എല്ലാം ഉണ്ട്. നോനിപ്പഴം ഉണ്ട്, ചെമ്മിപ്പുളിയുണ്ട്, അമ്പഴങ്ങയുണ്ട്. പിന്നെ ഇത് ഒരു വലിയൊരു മാളാണേ. മാളിൻ്റെ പുറകെ വശമാണ്. നല്ല വെയിലുണ്ട്. അയ്യോ, തളന്ന് നടന്ന് നമ്മുടെ ദിയ പറയണവർ നടന്ന് തളന്നും ദിയ ഞാൻ. നമുക്ക് ഈ വഴി പോവാം. ഈ വഴി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഈ വഴി പോവാമേ. എങ്ങനെ ചെന്നാലും ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ വീട്ടിലെത്തും. ഓക്കെ, ചൈനീസിൻ്റെ ഡെക്കറേഷൻ ആസാ. ഇത് വേറൊരു വഴിയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഓപ്പൺ ബാറൊക്കെ ഉണ്ട്. ഇതെന്താ അടച്ചാൽ? അത് ചൈനീസ് ഇതായതുകൊണ്ടാണ്, ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നു. എന്താ നല്ല വെയിലുണ്ട്, കത്തിക്കരിയാണ് വെയിൽ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലേ എന്താ പറയണേ, പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും. ഇപ്പം നമ്മൾ നട്ടുച്ച വെയിലത്തിറങ്ങി കുറച്ച് അങ്ങോട്ട് നില്ലുമ്പോഴത്തേക്കും ഭയങ്കര മഴയായിരിക്കും. എന്താ ബാറുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ പറ്റുമെന്നാവോ? നോക്കാം. വേണ്ട അല്ലേ, വേണ്ട. അതിൻ്റെ ഉള്ളിൽ കൂടിയൊന്നും പോകണ്ട. ഫുട്പാത്ത് ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറി വെറുതെ. എന്താ ഇതൊക്കെ ബാറുകളാണ്. അടുപ്പിച്ചടുപ്പിച്ച് ബാറ്, റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. അവിടെ വരെ നടക്കണം നമ്മൾ.
എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അടുത്തുള്ള ഷോപ്പിലിട്ടതാണ്. ഞാൻ പെട്ടെന്ന് എന്താ ഇതൊരു ബാറാണ്. കാണാൻ പറ്റുന്നില്ലല്ലേ? എനിക്ക് വെയിലത്ത് എനിക്ക് കണ്ണാണെന്ന്. ഇതൊരു ബാറാണ്. എന്നോട് പറഞ്ഞേ, നീ ഒരു കാര്യം ചെയ്യ്, ഈ അടുത്ത കടയിൽ പോയി ഫോട്ടോ കോപ്പി എടുക്കാൻ പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കടയിൽ പോയി ഫോട്ടോ കോപ്പി എടുത്ത്. പക്ഷേ ഇത് സൺഗ്ലാസ് കടയാട്ടാ. നടന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നിട്ട് ഞാൻ ദൂരെയുള്ള വഴി കൂടി വന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു വെള്ളം അവിടെ പോയതാണ്. വഴിയിൽ ബ്ലോക്കായിരുന്നു പറയാല്ലേ. വഴിയിൽ ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ ചോദിക്കും. ഇതാണ് നിർവാണ മാജു. ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ കടയിലേ ആൻറ്റി പറഞ്ഞേ, ഈ കടയിൽ ഇങ്ങനെ വലിയ എന്താ പറയണേ, ഭയങ്കര ടേസ്റ്റൊന്നുമില്ല. ഇതിനേക്കാൾ ടേസ്റ്റുള്ള കുറേ കടകളുണ്ട്, അതിനേലും വില കുറവുള്ള കടകളുണ്ട്. പക്ഷേ ഇത് അതിൽ എന്തിനാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് റെസ്റ്റോറൻറ്റ്? അതും ഇപ്പോൾ കാർ പാർക്കിംഗ് ഏരിയ കുറവാണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ് അടച്ചിട്ടേക്കണം മീൻസ് എന്താ പറയണേ, ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട്. അപ്പോൾ എന്നിട്ട് ആൻറ്റി പറഞ്ഞേ എന്താ പറയണേ, വെയിൽ കാരണം പറയാനും പറ്റണ വന്നേ. ആൻറ്റി പറഞ്ഞ് ബാക്കി എല്ലാ സ്ഥലത്തും ഇതിനും കുറവൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നാലില്ലേ ആൾക്കാർ ക്യൂ നിൽക്കണം. ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് അടവാണ് ഓഫീസുകളൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും. തിരക്ക് കുറവായിരിക്കും എന്നല്ല, വെയിൽ കാരണം പറയാൻ പറ്റണതാന്നേ. അവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് എന്നാ തിരക്കായിരുന്നു. ക്യൂ നിൽക്കണേ ആൾക്കാർ ഫുഡ് മേടിക്കാൻ. എന്നാൽ ക്യൂ കാണുമ്പോൾ നമ്മൾക്ക് ഈ നാട്ടിൽ ഈ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാട്ടാ, അടുപ്പിച്ചിട്ടേ ഉണ്ടാകും. ഇതെല്ലാം റെസ്റ്റോറൻറ്റുകളാണ്. വന്നിട്ട് ആൾക്കാർ അവിടെ വരും. അപ്പോൾ അവരെന്തോ പറയണേ, ഒരു മന്ത്രവാദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ആയിരിക്കും. ആൻറ്റി അതന്നെ പറയണേ. പിന്നെ ആൻറ്റി ഞാൻ ആൻറ്റി പറഞ്ഞു അവിടെ നിന്ന് തൈര് മേടിച്ചാൽ മതി. ആൻറ്റിയുടെ മൈൻഡ് ഉണ്ടോ, അവിടെ നിന്ന് മേടിച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരു തിരിക്കുളം തൈരുണ്ടോ. പറഞ്ഞു ഇത്രയേ ഉള്ളൂ തൈര്. അത്രേ ഉള്ളൂ തൈര്. അന്ന് ഇനി അവിടെ നിന്ന് വാങ്ങിക്കണ്ടെന്നാണ്. അങ്ങനെ വേണ്ട. എനിക്കൊരു ദിവസം ഇവിടെ ഒന്ന് കുറേ ഫുഡ് കഴിക്കണം. ചൈനീസ് ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ. എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം അങ്കിളല്ല ആൻറ്റി മീനിൻ്റെ തല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി. മഞ്ഞ കളറായിട്ടാണ് തല ഇരുന്ന് വെച്ചത്. ഒരു പ്രത്യേക ഒരു രുചി, മധുരം ഉണ്ടായിരുന്നു. വഴി അറിയാൻ പാടില്ല കേട്ടോ. ഇത് ബാങ്കിൻ്റെ അടുത്തുകൂടി പോകണമെന്നാണ്. അതെ, ആൻറ്റി വീട്ടിൽ ചിലപ്പോൾ ഓടിക്കണോ. ഇതാണ് ബാങ്ക്, അഫിൻ ബാങ്കിൻ്റെ അടുത്തിട്ട്. എന്നിട്ട് ആ തല കഴിച്ച് ഇവിടുത്തെ കറികളും ഇതൊക്കെ ഇല്ലേ, മഞ്ഞ കളറ്, പച്ച കളറ്, പിങ്ക് കളറ്, ഓറഞ്ച് കളറ്. അയ്യോ കണ്ട പേടിയോ. ഫുഡ് കളറിട്ട് അങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചേക്കണം. ഒരു ദിവസം കഴിക്കണം. ബിരിയാണി കഴിക്കണമെന്ന് വെച്ചിട്ട് പറ്റിയിട്ടില്ല. മലേഷ്യൻ ബിരിയാണി. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ പുള്ളിക്കാരനായിട്ട് കറങ്ങാൻ പോയിരുന്നു എല്ലാ സൺഡേ. പുള്ളിക്കാരനെ കൊണ്ടുവരണം എങ്ങനെയെങ്കിലും. വഴി കിട്ടി എന്തായാലും. ആൻറ്റി വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സൈക്കിൾ കണ്ടോ, കാണാൻ പറ്റുന്ന? വെയിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ നിങ്ങൾ? റിക്ഷ, പണ്ടത്തെ റിക്ഷയെന്ന് പറയാം, സൈക്കിളല്ല. കണ്ടോ? ആ റിക്ഷയുടെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള വഴി കയറിയാൽ നമ്മുടെ വീട്ടിലെത്തുന്ന അറിയാം. ഞാനിവിടെ നിർവാണ മാജുവിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇത് നിർവാണ മാജു തപ്പി ഇത് ഇത്ര ഉള്ളു. നിർവാണ മാജി മൂട്ടിലാണ് നിർവാണ മാജു തപ്പി ദൈവമേ. മലേഷ്യ മൊത്തം ഞാൻ കറങ്ങി. അവസാനം നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ വക്കിനാണ് നിർവാണ മാജു. അതുപോലെ തന്നെ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. നൈറ്റ് മാർക്കറ്റ് ഞാൻ പറഞ്ഞ ആൻറ്റി ഞാൻ നൈറ്റ് മാർക്കറ്റിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. പോയിട്ട് വന്നു പറഞ്ഞു. ഈ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയണത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ റിക്ഷ, അതിൻ്റെ അപ്പുറത്താണ് നൈറ്റ് മാർക്കറ്റ്. എനിക്ക് എന്തോ വിചാരമുണ്ട് എന്തൊക്കെ അറിയാമെന്ന്. ഞാൻ എന്നിട്ട് അപ്പുറത്തെ TMC നമ്മുടെ വീടെത്തിയിട്ടാണ് ഒക്കെ കിടന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് നൈറ്റ് മാർക്കറ്റിൽ ചെന്നപ്പോൾ നൈറ്റ് മാർക്കറ്റ് അടച്ച്. അപ്പോൾ പറഞ്ഞ് ഞാൻ കുറേ കറങ്ങി. പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വഴി റിക്ഷയില്ലേ അത് കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണുന്നത് വരെ സീ യു, ബൈ ബൈ.